Hello guys, welcome back to our YouTube channel Kirthikithus Vlogs. Kirthikithus Vlogs in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today I am excited to share with you how we celebrated ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാല വീട്ടിലായിരുന്നു ഇട്ടത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. മോർണിംഗ് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പോയി എൻ്റെ സിസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ പരിച്ചിട്ട് കൊണ്ടുവന്നു. പിന്നെ കോല ഇട്ടിട്ടുണ്ട്, അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പ്രിപ്പറേഷൻ എല്ലാം start ചെയ്തിട്ടുണ്ട്. Celebrating Aattukal Pongal at home with the family is always special. We start by preparing the ingredients for the pongal, including rice, coconut, jaggery, etc. Preparation ഒക്കെ 2 ദിവസം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കുന്നതിനും പാചകിക്കുന്നതിനും എല്ലാത്തിനും ഓരോരോ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും ന്യൂസിൽ കാണിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഫാമിലി 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എല്ലാത്തിനും പ്രിപ്പറേഷൻ വിളക്ക് കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കത്തിക്കുകയാണ്. പിന്നെ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 2 ദിവസം മുന്നേ ചെയ്യുന്നത് വി സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ആൾസോ ക്ലീനിങ് ആൻഡ് ഡെക്കറേറ്റിംഗ് ദ ഹൗസ് വിത്ത് ട്രഡീഷണൽ ലൈക്ക് ഫ്ലവേഴ്സ്, ദീപം അതൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും വിളക്ക് കത്തിക്കാനുള്ള സമയമായി വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഈ വിളക്കിന് മുന്നിൽ നമ്മൾ ഗണപതി ഒരു വാഴയിലയിൽ ഇട്ട് കൊടുക്കുക. ഇത് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ ചെയ്തതാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ അടുപ്പ് കത്തിക്കാനായിട്ടുള്ള ടൈം ആയിരിക്കുകയാണ്. പിന്നെ എല്ലാവരും when we pray together as family. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലുണ്ടല്ലോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു. അപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം വീട്ടിലാണ് ഇട്ടത്. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചു. ഓക്കെ ഗായ്സ്, now we are cooking the പൊങ്കാല പായസം. ഇന്നലെ മുതലേ എല്ലാവരും ഭയങ്കര പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു, എക്സൈറ്റഡും ആയിരുന്നു. അതേ രാവിലെ കുളിച്ച് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേക്കും അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്, എല്ലാവരും ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്ക്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ളത് കലത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കലത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും അരിയിട്ട് കൊടുങ്ങുകയാണ് കലത്തിലേക്ക്. പിന്നീട് ഇതിങ്ങ് തിളച്ച് വരാനായിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അപ്പോൾ അതിങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളയ്ക്കുന്നത് വരെ വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പോൾ ന്യൂസിലൊക്കെ നോക്കുവാണെങ്കിലും ദ ആറ്റുകാൽ ടെമ്പിൾ വി ആർ thousands of women gather to prayer and cook the പൊങ്കാല dish. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിൽ തന്നെ ആയിരുന്നു. പായസത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ അവിടെ നടക്കട്ടെ. ഇനി നമുക്കുള്ളത് തെരളി ഉണ്ടാക്കണം എന്നതാണ്. തെരളിയിലേക്ക് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ അതിന് ഉള്ളിൽ വെക്കാനായിട്ടുള്ള മാവിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പായസത്തിൻ്റെ പരിപാടി അവിടെ നടപ്പുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. മാവ്, പഴം, ശർക്കര, ഏലക്കാപ്പൊടി അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തെരളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മണ്ടപ്പുറ്റിനുള്ള പ്രിപ്പറേഷനും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ നേരം വെയിലൊക്കെ കൊണ്ട് പുകയൊക്കെ അടിച്ച് വയ്ക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ഞങ്ങൾക്ക് കരിക്ക് വെള്ളം തന്നു. അപ്പോൾ ഞാനതിൻ്റെ കരിക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ ഒരു കരിക്കൊക്കെ കുടിക്കുന്നത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തെരളിക്കുള്ള പാത്രം വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവാനായിട്ട് വെക്കണം.
മണ്ടപ്പുറ്റ് എന്താണെന്നറിയാത്തുള്ളവർക്ക് ഇതാണ് മണ്ടപ്പുറ്റ്. ഇത് ചെറുപയർ പിളർന്നതാണ് ഇതിനുള്ളിൽ ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടയായിട്ട് ഉരുട്ടി എടുത്തിട്ടാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാത്തവരായിട്ട് ചിലരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മളങ്ങനെ തെരളിയും ചെയ്തെടുത്തിട്ടുണ്ട്. തെരളിയെ പറ്റി പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ 1:15 നേദിക്കൽ. കറക്റ്റ് 1:15 തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പായസവും മണ്ടപ്പുറ്റും തെരളി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നേദിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം അമ്പലത്തിൽ നേദിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഇത് നേദിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ അടുത്തുള്ള വീട്ടുകാർക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching this video. As we celebrated Attukal Pongala at home, I hope you enjoyed this video and I will see you in the next video. Bye guys. Like, share, subscribe.